ഈ കഥ ആരംഭിക്കുന്നത് 1969 വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയം. ഒരു കാടാണ് സ്ഥലം. ഒരു പട്ടാളക്കാരനിപ്പം പേടിച്ചരണ്ട് അതിലങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വെടിശബ്ദം കേൾക്കാം, അതേപോലെ ബോംബിട്ട് പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അങ്ങനെ അവൻ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൻ കാല് തെറ്റി താഴേക്ക് വീണു. ഈ സമയത്താണ് മറ്റൊരു പട്ടാളക്കാരൻ വന്നിട്ട് അവൻ എഴുന്നേൽപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ ഹീറോ. ഇവന്റെ പേര് ലൂക്ക് എന്നാണ്. ലൂക്ക് ഇപ്പോൾ അവരോട് ചോദിക്കുന്നത്, എന്തു പറ്റി നിനക്ക്, എന്താണ് സംഭവിച്ചത്, നമ്മുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവരൊക്കെ എവിടെ? അതേക്ക് അവൻ പറയുന്നത്, എല്ലാവരും മരിച്ചു. നമ്മുടെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ആ സ്കോട്ട്, അവന് പ്രാന്തായി. ഇവിടെയുള്ള പാവങ്ങളെ മൊത്തം അവൻ വെടിവെച്ച് കൊല്ലുകയാണ്. ഇനി എന്തായാലും ഈ പണിക്ക് ഞാനില്ല, ഞാൻ പോവാന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി. എന്നാൽ ഈ സമയത്താണ് ഒരു ബോംബ് വന്നു വീണിട്ട് അവൻ മരിച്ചു പോകുന്നത്. ഇനി അവിടെ നിന്നാ പണിയാണ് എന്ന കാര്യം ലൂക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നടന്ന് അവനിപ്പോൾ ഒരു വില്ലേജിന്റെ അടുത്തെത്തി. ഈ സമയം അവൻ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ കൂട്ടത്തിലെ കുറെ പട്ടാളക്കാരും ഉണ്ട്. അങ്ങനെ അവരെയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അവനിപ്പോൾ ഒരു വീട്ടിൻ്റെ അകത്ത് കയറി. ഈ സമയം വീട്ടിനകത്തായിട്ട് ആ സ്കോട്ട് ഇരിക്കുന്നുണ്ട്. അവൻ അവിടുത്തെ സാധാരണക്കാരെ കൊന്നിട്ട് അവരുടെ ചെവിയൊക്കെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതെല്ലാം കൂടെ ഒരു മാലയിൽ കോർക്കുന്നുണ്ട്. മാത്രമല്ല അവന്റെ അപ്പുറത്തായിട്ട് അവനൊരു ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരെയും പിടിച്ചു വെച്ചിട്ടുണ്ട്. അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതും കണ്ടുകൊണ്ടാണ് ലൂക്ക് അങ്ങോട്ട് വരുന്നത്. അവൻ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാണ്. അതേക്കുന്ന സ്കോട്ട് പറയുന്നത്, നീ ഈ ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരെയും കണ്ടില്ലേ, ഇവര് ഞാൻ പറയുന്നൊന്നും അനുസരിക്കുന്നില്ല എന്നാണ്. അതേക്കുമ്പോൾ, നോക്ക് ക്യാപ്റ്റൻ, ഈ ഗ്രാമത്തിൽ നമുക്ക് വേണ്ട ഒന്നും തന്നെ ഇല്ല. ഇവിടെയുള്ളവരെല്ലാവരും നിരപരാധികളാണ്. നമ്മുടെ ഇവിടുത്തെ പണി തീർന്നു, അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം എന്നാണ് ലൂക്ക് പറയുന്നത്. എന്നാൽ സ്കോട്ട് അതിന് സമ്മതിക്കുന്നില്ല. വീട്ടിൽ പോകാനോ, ഇവര് രാജ്യദ്രോഹികളാണ്. ഇവരെ വെറുതെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇവര് തന്നെ വന്നിട്ട് നമ്മളെ കൊല്ലും. അതുകൊണ്ട് നീ തന്നെ ഇവരെ കൊല്ല് എന്ന് പറഞ്ഞിട്ട് സ്കോട്ട് അവന്റെ കയ്യിൽ ഒരു തോക്ക് വെച്ച് കൊടുത്തു. എന്നാൽ ലൂക്ക് അത് അനുസരിക്കുന്നില്ല. അത് കണ്ടതും സ്കോട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ തോക്ക് തന്നെ എടുത്തിട്ട് ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് വെടിവെച്ചു വന്നു. എന്നാൽ അത് കാണുമ്പം ലൂക്കിന് അങ്ങോട്ട് ദേഷ്യം വന്നു. അവൻ ഒറ്റയടിക്ക് തന്നെ സ്കോട്ടിനെ താഴേക്കിട്ടു. എന്നിട്ട് ആ പെണ്ണിനെ എഴുന്നേപ്പിച്ചിട്ട് വേഗം വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അവർ ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് സ്കോട്ട് അവരുടെ പുറകിൽ വന്നിട്ട് ലൂക്കിനെ വെടിവെക്കുന്നത്. പക്ഷെ അവന്റെ കാലിലാണ് കൊള്ളുന്നത്. അതോടുകൂടെ അവൻ താഴേക്ക് വീണു. എന്നാൽ ഈ സമയം അവൻ ആ പെണ്ണിനോട് അവിടെ നിന്ന് ഓടിപ്പോകാൻ പറയുന്നുണ്ട്. അതിനെ തുറന്ന് ആ പെണ്ണ് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ അത് കണ്ടതും സ്കോട്ട് അവക്ക് നേരെ ഒരു ഗ്രനേഡ് എറിഞ്ഞു. അതോടുകൂടെ ആ പെൺകുട്ടി മരിച്ചുപോയി. ഇതും കൂടെ കാണുമ്പോൾ ലൂക്കിന്റെ ദേഷ്യം അങ്ങോട്ട് അരച്ചു കയറി. അവൻ എഴുന്നേറ്റിട്ട് ഒരു തോക്കെടുത്ത് ഓടിച്ചെന്നിട്ട് സ്കോട്ടിന്റെ വയറ്റത്തിട്ടൊരു കുത്തു കൊടുക്കുകയാണ്. അത് കണ്ടതും സ്കോട്ട് ഒരു തോക്കെടുത്തിട്ട് ലൂക്കിനെ വെടിവെച്ചു. എന്നാൽ ലൂക്കും പെടുന്നില്ല. അവനും തിരിച്ചിട്ട് സ്കോട്ടിനെ വെടിവെക്കുകയാണ്. അതോടുകൂടെ രണ്ടുപേരും മരിച്ചു വീണു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ റെസ്ക്യൂ ടീമൊക്കെ കണ്ടെത്തി. അവരവിടെ ഒന്ന് പരിശോധിക്കുമ്പോൾ അവരുടെ കുറെ പട്ടാളക്കാർ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം ഒരാളിപ്പം അവരുടെ ബേസിലേക്ക് ഈ വിവരം അറിയിക്കുകയാണ്. അതായത് 10ഓളം മൃതദേഹങ്ങൾ ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടെന്ന്. ഈ സമയം അവിടെ നിന്ന് ഇവരോട് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പട്ടാളക്കാരെ മുഴുവൻ ഐസിലിട്ടിട്ട് തിരിച്ച് ബേസിലേക്ക് കൊണ്ടുപോകണമെന്നാണ്. അങ്ങനെ ആ ഒരു നിർദ്ദേശം കിട്ടിയതിനെ തുറന്നിട്ട് അവിടെ മരിച്ചു കിടക്കുന്ന എല്ലാ പട്ടാളക്കാരെയും ഇവർ പാക്ക് ചെയ്യുകയാണ്. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്, യൂണിവേഴ്സൽ സോൾജിയർ. ഈ സിനിമ ഇറങ്ങിയത് 1992. ഇനി കാണിക്കുന്നത് പ്രസന്റ് നെവാഡ മരുഭൂമിയാണ് സ്ഥലം. അവിടുത്തെ മിലിറ്ററി ബേസിലേക്ക് ഇപ്പോൾ ഒരു വലിയ വിമാനം വന്നിട്ട് ലാൻഡ് ചെയ്തു. അതിനെ തുടർന്ന് എല്ലാ പട്ടാളക്കാരും ഇപ്പോൾ അതിന് ചുറ്റും കൂടിയിരിക്കുകയാണ്. ആ വിമാനത്തിനകത്തുണ്ടായിരുന്നത് ഒരു ഭീമൻ ട്രക്കാണ്. ആ ട്രക്കിനെ അവർ വെളിയിലേക്ക് എടുത്തു. എന്നിട്ട് പതുക്കെ ആ ട്രക്ക് ഓപ്പൺ ചെയ്യുകയാണ്. അങ്ങനെ ആ ട്രക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ മരിച്ച പട്ടാളക്കാരാണ്. എന്നാൽ അവർക്ക് പുതിയൊരു തരത്തിലുള്ള യൂണിഫോമാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല അവന്മാരിപ്പോൾ പെരുമാറുന്നത് റോബോട്ടുകളെ പോലെയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ഇവർക്ക് ജീവൻ തിരിച്ചു കൊടുത്തു. എന്നാൽ ഇവരിപ്പോൾ പഴയതുപോലെയല്ല. അവർക്ക് ചില സൂപ്പർ പവേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. മിലിറ്ററിക്കാർ പറയുന്നത് അനുസരിക്കുക, അതാണ് ഇവരുടെ ജോലി. ഈ ടെററിസം ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടീമിനുണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള പട്ടാളക്കാരെ പറയുന്നത് യൂണിവേഴ്സൽ സോൾജിയർ എന്നാണ്. ഇവരങ്ങനെ സ്വന്തമായിട്ട് ഒരു തീരുമാനമൊന്നും എടുക്കത്തില്ല. പട്ടാളക്കാരെന്താണോ പറയുന്നത് അതനുസരിക്കുക, അതാണ് ഇവരുടെ ഡ്യൂട്ടി. അങ്ങനെ ചെയ്യുന്ന രീതിയിലാണ് ഇവന്മാരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവന്മാരുടെ തലയിൽ വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഹെഡ്സെറ്റ് കണ്ടില്ലേ, ഇതിലൂടെയാണ് ഇവന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. അതിനനുസരിച്ചിട്ട് ഇവന്മാർ പ്രവർത്തിക്കും. ഈ കൂട്ടത്തിൽ നമ്മുടെ ലൂക്കും ഉണ്ട്, അതേപോലെ സ്കോട്ടും ഉണ്ട്. എന്നാൽ ഈ യൂണിവേഴ്സൽ സോൾജിയേഴ്സിന് വേറെ പേരാണ്. ലൂക്കിന്റെ പേര് G44 എന്നും സ്കോട്ടിന്റെ പേര് C13 എന്നുമാണ്. അങ്ങനെയാണ് ഇവരെ വിളിക്കുന്നത്. എന്നാൽ നമുക്ക് ഇവരുടെ യഥാർത്ഥ പേര് തന്നെ വിളിക്കാം. അങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ അവരെ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അവരൊരു മിഷന് വേണ്ടി പറഞ്ഞുവിടുകയാണ്. ഇനി ഇവരുടെ മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡാമിലായിട്ട് കുറച്ച് തീവ്രവാദികളുണ്ട്. അവരുടെ ചില ആൾക്കാരെ ഗവൺമെന്റ് പിടിച്ചു വെച്ചിട്ടുണ്ട്. അവന്മാരൊക്കെ വിട്ടുകൊടുക്കണം. അതാണ് ആ തീവ്രവാദികൾ ഡിമാൻഡ് ചെയ്യുന്നത്. അവരിപ്പം ആ ഡാമിന്റെ മോഡലായിട്ട് കുറെ ആൾക്കാരെ കൊന്നിട്ടിട്ടുണ്ട്. മാത്രമല്ല കുറെ ആൾക്കാരെ ആ ബിൽഡിങ്ങിനകത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവരുടെ ആൾക്കാരെ വിട്ടുകൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഹോസ്റ്റേജസിന് മൊത്തം കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് അവന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സൽ സോൾജിയേഴ്സിനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ പട്ടാളത്തിന്റെ കേണൽ ആ സ്ഥലത്തേക്ക് എത്തി. ഈ സമയം ഒരുപാട് പത്രക്കാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. അവരിങ്ങനെ കേണലിന്റെ അടുത്ത് കുറെ ക്വസ്റ്റ്യൻസും ചോദിച്ചു, എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ. എന്നാൽ കേണൽ പറയുന്നത് ഇപ്പൊ ഒന്നും പറയാനായിട്ടില്ല, സമയമാകുമ്പോൾ ഞാൻ പറയാമെന്നാണ്.
അത്രയും പറഞ്ഞതിന് ശേഷം അയാളിപ്പം അവിടുത്തെ അവരുടെ ബേസിലേക്ക് ചെന്നു. ഇതേസമയം തന്നെ യൂണിവേഴ്സൽ സോൾജേഴ്സിന്റെ ആ ഹെലികോപ്റ്റർ ഇപ്പം അവിടുത്തെ വെള്ളത്തിന് മുകളിലേക്ക് എത്തി. അതിനെ തുടർന്ന് ഓരോരോ സോൾജേഴ്സായിട്ട് ആ വെള്ളത്തിലേക്ക് ചാടി. ഈ സമയം തന്നെ കേണലും ടീമും അവരുടെ ആ പ്രവൃത്തികളൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഒരാൾ വന്നിട്ട് കേണലെടുത്ത് ചോദിക്കുന്നത് അവരെവിടെയാണ് ഇറക്കിയെന്നാണ്. അതേക്കുന്ന കേണൽ പറയുന്നത് 1.5 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് അവർ ഇറക്കിയെന്നാണ്. അതേക്കുന്ന മറ്റൊരു പട്ടാളക്കാരൻ ചോദിക്കുന്നത് 1.5 കിലോമീറ്റർ അപ്പുറത്തോ? നമുക്കാകെ 13 മിനിറ്റേ ഉള്ളൂ, അതിനുള്ളിൽ അവന്മാർക്ക് അവിടേക്ക് എത്താൻ പറ്റുമോ എന്നാണ് അയാളുടെ ചോദ്യം. എന്നാൽ കേണൽ അതിന് മറുപടി പറയുന്നില്ല. ഇതേസമയം തന്നെ അവിടേക്കുള്ള റോഡ് മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. എന്നാൽ അതിനിടയിലൂടെ ഒരു കാർ ഇപ്പം അങ്ങോട്ട് വന്നു. ആ കാറിലുള്ളതാണ് ഈ കഥയിലെ നായിക. ഇവളുടെ പേര് വെറോണിക്ക എന്നാണ്. ഇവളൊരു പത്രക്കാരിയാണ്. ഇവളുടെ ടീമൊക്കെ ഇപ്പം സംഭവം നടക്കുന്ന സ്ഥലത്തുണ്ട്. പത്രക്കാരി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പട്ടാളക്കാരൊക്കെ അവൾ അകത്തേക്ക് കയറ്റിവിട്ടു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവളിപ്പോൾ അവളുടെ ടീമിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയം അവളുടെ ടീമിലുള്ള ആൾക്കാർ അവളെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ വന്ന ഉടനെ തന്നെ ഒന്ന് റെഡി ആയതിനു ശേഷം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതേസമയം തന്നെ ആ ബിൽഡിങ്ങിന്റെ അകത്താണെങ്കിൽ ആ ടെററിസ്റ്റുകളുടെ ലീഡർ അവിടെ നിൽക്കുന്നുണ്ട്. അയാളുടെ അടുത്തായിട്ട് ഒരു ബോംബും അവിടുത്തെ സൈഡിലായിട്ട് അവിടുത്തെ ഹോസ്റ്റേജസിനെ ഇരുത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പം അയാൾ അവരുടെ അടുത്ത് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ആ ഹോസ്റ്റേജസിനെ ഇരുത്തിയതിന്റെ അപ്പുറത്തായിട്ട് 2 ആൾക്കാർ തോക്കും പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ 4 മിനിറ്റ് കഴിഞ്ഞു. ആ യൂണിവേഴ്സൽ സോൾജേഴ്സൊക്കെ ഇപ്പൊ ഡാമിന്റെ അടുത്തേക്ക് എത്തി. അവരിപ്പോൾ റോപ്പ് ഇട്ടിട്ട് അതിന് മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് ഒരു പോലീസുകാരനപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ ബേസിലേക്ക് വിളിച്ചിട്ട് സോൾജേഴ്സൊക്കെ അങ്ങോട്ട് എത്തിയ കാര്യം അറിയിച്ചു. അതേക്കുന്ന മറ്റേ പട്ടാളക്കാരന് അത്ഭുതമായി. 4 മിനിറ്റ് കൊണ്ട് അമ്മ 1.5 കിലോമീറ്റർ പുറത്തേക്ക് എത്തിയോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. എന്നാൽ ഇത് കേട്ടുകൊണ്ട് കേണൽ അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ പറയുന്നത് നമ്മുടെ സോൾജേഴ്സൊക്കെ 8 സെക്കൻഡ് ലേറ്റ് ആണെന്നാണ്. ഇതേസമയം വെറോണിക്കയാണെങ്കിൽ ഇപ്പോഴും അവിടുത്തെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അവളുടെ ബോസ് വന്നിട്ട് അവളെ വല്ലാണ്ട് വഴക്ക് പറയാൻ തുടങ്ങി. നിന്റെ വിചാരം നീ ആരാണെന്നാണ്? നിനക്ക് ഇവിടെ തോന്നുന്ന പോലെ വന്നിട്ട് തോന്നുന്ന പോലെ പോകാമെന്നാണോ? ഈ ചാനലിൽ ചില റൂൾസ് ഒക്കെ അല്ലേ, അതെന്താ നിനക്ക് ബാധകമല്ലേ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അയാളുടെ പേര് ചാൾസ് എന്നാണ്. അതേക്കുന്ന അവള് പറയുന്നത്, നോക്ക് ചാൾസ്, റൂൾസ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ എന്റെ പണി ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലേ? അവൾ അങ്ങനെയും കൂടെ പറയുമ്പോൾ അക്ക് ദേഷ്യം കൂടി. ഞാൻ നമ്മുടെ ചാനലിന്റെ ബാക്കിയുള്ളവരോട് സംസാരിച്ചിരുന്നു. നിന്നെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ കാര്യത്തിൽ അവർക്കും വലിയ താല്പര്യമില്ല, അതുകൊണ്ട് നിന്നെ ഈ ചാനലിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് അയാൾ അപ്പുറത്തേക്ക് പോയി. അതേക്ക് അവക്കാണെങ്കിൽ ശരിക്കും നിരാശയായി. ഈ സമയം തന്നെ ആ യൂണിവേഴ്സൽ സോൾജേഴ്സിലെ കുറച്ച് ആൾക്കാർ ആ ഡാമിന്റെ മുകളിൽ നിന്നും ഒരു റോപ്പ് വഴി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അപ്പുറത്തായിട്ട് ഒരു തോക്കും പിടിച്ചുകൊണ്ട് നമ്മുടെ സ്കോട്ടും നിൽക്കുന്നുണ്ട്. വേറൊരു ഭാഗത്ത് ലൂക്കും നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവർക്ക് നിർദ്ദേശം കിട്ടിയതിനെ തുടർന്ന് അവർ ഓരോരുത്തരും ഓരോരോ ആൾക്കാരെ വെടിച്ചു കൊല്ലുകയാണ്. എന്നിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അവരുടെ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, അതിലൊരു ക്യാമറയുണ്ട്. ആ ക്യാമറ വഴി അവർ നടക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ ബേസിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റും. അവിടുത്തെ ആൾക്കാർ ആ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്കോട്ടും ലൂക്കും അമ്മമാർ വെടിവെച്ചിട്ട ആ തീവ്രവാദികളുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവരുടെ കയ്യിലുള്ള വയർലെസ് പോലൊരു ഡിവൈസ് എടുത്ത് നേരെ താഴേക്ക് വെച്ചു. എന്നിട്ട് അവിടെ മരിച്ചു കിടക്കുന്ന ആ തീവ്രവാദികളുണ്ടല്ലോ, അവരുടെ ഹെഡ്സെറ്റ് എടുത്ത് ആ ഡിവൈസിൽ ഫിറ്റ് ചെയ്യാണ്. ഇപ്പൊ ആ ഡിവൈസിൽ നിന്ന് പ്ലേ ആവുന്നത് ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഓക്കെ ആണെന്നാണ്. ഇതായിരിക്കും ബാക്കിയുള്ള ടെററിസ്റ്റുകളൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സംശയം തോന്നുന്നില്ല. അങ്ങനെ ആ പണി തീർത്തതിന് ശേഷം സ്കോട്ടും ലൂക്കും ഒരു റോപ്പ് വഴി ആ ഡാമിൽ നിന്ന് താഴേക്ക് ഇറങ്ങാണ്. താഴെയായിട്ട് 2 ടെററിസ്റ്റുകൾ നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്കാണ് അവന്മാർ പോകുന്നത്. അങ്ങനെ അവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞതും അവർക്ക് നിർദ്ദേശം കിട്ടി ആ 2 ടെററിസ്റ്റുകളെയും കൊന്നുകളയാം. ആ നിർദ്ദേശം കിട്ടിയതും അവന്മാർ 2 പേരും ആ ടെററിസ്റ്റുകളെ കൊന്നുകളയും ചെയ്തു. അങ്ങനെ അവന്മാരുടെ പണി തീർത്തതിന് ശേഷം സ്കോട്ടും ലൂക്കും ഇപ്പൊ ആ ഡാമിന്റെ ഉള്ളിലേക്ക് കയറാണ്. ഒരു ടണലാണത്, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് അവർ നടക്കുന്നത്. ഇതേസമയം തന്നെ GR-76 എന്നു പേരുള്ള ഒരു യൂണിവേഴ്സൽ സോൾജർ വേറൊരു ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു പെട്ടിയും കയ്യിലെടുത്തിട്ട് ഇപ്പൊ ആ ടെററിസ്റ്റുകളുടെ ലീഡറുടെ അടുത്തേക്ക് പോവാണ്. അവിടെയാണ് ആ ഹോസ്റ്റേജസിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ആ പെട്ടിക്കകത്ത് ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറയിലൂടെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ബേസിലുള്ള ആൾക്കാർക്കും കാണാം. അങ്ങനെ അവനെ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ ആ ടെററിസ്റ്റിന്റെ ലീഡറിന്റെ നിർദ്ദേശപ്രകാരം ബാക്കി 2 പേരും ഇപ്പൊ GR-76 ഷൂട്ട് ചെയ്യാണ്. തുരുതുര വെടിവെച്ചു. അതിനെ തുടർന്ന് GR-76 താഴേക്ക് വീണു. അങ്ങനെ അവൻ താഴേക്ക് വീണതിനെ തുടർന്ന് അവന്മാർ 2 പേരും ഇപ്പൊ അവനെ പരിശോധിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഇതേസമയം തന്നെ സ്കോട്ടും ലൂക്കും ഇപ്പൊ ആ ടണൽ വഴി താഴേക്ക് ഇറങ്ങി. അങ്ങനെ അവന്മാർ 2 പേരും ആ GR-76 പരിശോധിച്ചു. അവൻ അനക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവനെ വിട്ടിട്ട് അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് GR-76 എഴുന്നേക്കുന്നത്. അവന്റെ ആ പെട്ടിക്കകത്ത് ഒരു തോക്കുണ്ട്. അവൻ അതെടുത്തിട്ട് ആ ടെററിസ്റ്റിന്റെ ലീഡർ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ അയാൾ മരിച്ചു. അങ്ങനെ അയാളെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതും അടുത്ത സെക്കൻഡിൽ സ്കോട്ടും ലൂക്കും അങ്ങോട്ടെത്തി. വന്ന ഉടനെ തന്നെ ബാക്കിയുള്ള 2 അവന്മാരെ അവർ ഷൂട്ട് ചെയ്തു. അതോടുകൂടെ അവന്മാരുടെ പണിയും തീർന്നു. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവർ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഹോസ്റ്റേജസിനെ അവിടുന്ന് റിലീസ് ചെയ്യണം. ലൂക്ക് ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ഹോസ്റ്റേജസിന്റെ കൂട്ടത്തിൽ ഒരു ലേഡി അവൻ ശ്രദ്ധിക്കുന്നത്. അവളെ കണ്ടതും അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. അതായത് ആ വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയത്ത് അവനൊരു പെണ്ണിനെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. ആ കാര്യം അതവന് ഓർമ്മ വന്നതും അവൻ അവിടെ സ്റ്റക്കായിപ്പോയി. ഈ സമയം ബേസിലുള്ള ആൾക്കാർ അവന് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ അവനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. മാത്രമല്ല അവൻ തിരിച്ചവരോടൊന്നും പറയുന്നുമില്ല.
ഇപ്പോഴും അവൻ ആ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സ്കോട്ട് അന്ന് ചെയ്ത കാര്യം അവൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അതും കൂടെ മനസ്സിലേക്ക് വന്നപ്പം അവനിപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് സ്കോട്ടിനൊന്ന് നോക്കുകയാണ്. ഈ സമയം സ്കോട്ടും അവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. മിഷനൊക്കെ കംപ്ലീറ്റ് ആയതുകൊണ്ട് കേണൽ ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി. അത് കണ്ടതും പത്രക്കാരൊക്കെ ഇപ്പോൾ അയാളുടെ ചുറ്റും കൂടിയിരിക്കുകയാണ്. ഈ സമയം അയാൾ അവർക്കൊരു ബൈറ്റ് കൊടുക്കുകയും ചെയ്തു. അയാൾ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ യൂണിവേഴ്സൽ സോൾജേഴ്സിന്റെ 3ാമത്തെ മിഷനാണിത്. ഇതിലും അവർ വിജയിച്ചു. കഴിഞ്ഞ മിഷൻസിലേതുപോലെ തന്നെ ആളപായമോ ആർക്കും തന്നെ പരിക്കോ പറ്റിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് യൂണിവേഴ്സൽ സോൾജേഴ്സ് ആരാണെന്നല്ലേ? പക്ഷെ അവരുടെ ഐഡന്റിറ്റി എനിക്ക് ഒരിക്കലും വെളിപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അവർക്കും ഫാമിലി ഉണ്ട്. അവരുടെ ജീവൻ നോക്കേണ്ടത് എന്റെ ചുമതലയാണ്. ഇതിൽ കൂടുതലൊന്നും എനിക്കിനി പറയാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് വൈകിട്ടത്തെ മീറ്റിംഗിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞ് അയാൾ അയാളുടെ വണ്ടി എടുത്തിട്ട് ആ യൂണിവേഴ്സൽ സോൾജേഴ്സിന്റെ അടുത്തേക്ക് പോയി. എന്നാൽ പത്രക്കാരാണെങ്കിൽ വല്ലാത്തൊരു നിരാശയിലാണ്. അവർക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ സമയം തന്നെ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വെറോണിക്ക അവിടെ നിൽക്കുന്നുണ്ട്. അവൾക്കിപ്പം ഒരു ഐഡിയ തോന്നി. അവൾ ഉടനെ തന്നെ അവളുടെ അസിസ്റ്റന്റായ യൂറയെ വിളിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നത്, നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്, നീ വന്നേന്ന് പറഞ്ഞിട്ട് അവൾ അവനെയും കൂട്ടി ആ വണ്ടി എടുത്തോട്ട് നേരെ പോകുന്നത് ആ യൂണിവേഴ്സൽ സോൾജർ വന്ന ആ വലിയ വിമാനത്തിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവിടെ നിർത്തിയതിനു ശേഷം അവരവരുടെ ബൈനോക്കുലർ വെച്ച് അവിടെ മൊത്തം വാച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയം തന്നെ ആ ട്രക്കിനകത്തായിട്ട് ഒരു കൂട്ടിനുള്ളിൽ യൂണിവേഴ്സൽ സോൾജേഴ്സിനെ ഇങ്ങനെ നിരത്തി കിടത്തിയിട്ടുണ്ട്. അവരെല്ലാവരും കണ്ണടച്ച് കിടക്കുകയാണ്. അവരെ നോക്കിക്കൊണ്ട് ഒരു സയന്റിസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല കൂടിന്റെ വെളിയിലായിട്ട് വേറെ 2 സയന്റിസ്റ്റുകളും നിൽക്കുന്നുണ്ട്. അവരിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നേരത്തെ ലൂക്കിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൻ പ്രതികരിക്കാതിരുന്നതാണ്. ഈ സമയം കേണലും അങ്ങോട്ട് വന്നു. അങ്ങനെ കേണൽ ഇപ്പോൾ ലൂക്കിനെ വിളിച്ചു. അതിനെ തുറന്ന് അവൻ കണ്ണു തുറന്നു. എന്നിട്ട് കേണൽ അവനോട് ചോദിക്കുന്നത്, നേരത്തെ നീ എന്തുകൊണ്ടാണ് പ്രതികരിക്കാഞ്ഞെന്നാണ്. അതേക്ക് അവൻ മറുപടി പറയുന്നത്, ആ യുദ്ധം നടന്ന സമയത്ത് അവൻ സ്കോട്ടിനോട് പറഞ്ഞ കാര്യമാണ്. ഈ ഗ്രാമത്തിൽ നമുക്ക് വേണ്ട ഒന്നും തന്നെയില്ല, ഇവിടുത്തെ ആൾക്കാരൊക്കെ നിരപരാധികളാണ്, അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോവാന്ന്. അവൻ ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ ഇരിക്കുന്ന സ്കോട്ടും കണ്ണു തുറന്നു. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ കേണലിനും കൂട്ടർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. കേണൽ ചോദിക്കുന്നത് എന്താണ് അവൻ ഈ സംസാരിക്കുന്നതെന്നാണ്. അതേക്കുന്ന സയന്റിസ്റ്റ് പറയുന്നത്, ഒരു പക്ഷേ അത് അവന്റെ പഴയ എന്തെങ്കിലും ഓർമ്മയായിരിക്കും. ഇവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇനി അവന്റെ ബോഡി ഹീറ്റ് ആയതുകൊണ്ടായിരിക്കുമോ എന്നാണ് അയാളുടെ ചോദ്യം. കാരണം ഈ ബോഡി ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സൽ സോൾജേഴ്സ് അങ്ങനെ പ്രവർത്തിക്കത്തില്ല. പക്ഷെ അവർ നോക്കുമ്പോൾ അവൻ വേർത്തിട്ടൊന്നുമില്ല. ഈ സമയം സയന്റിസ്റ്റ് പറയുന്നത്, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇവന്റെ ചില ടെസ്റ്റുകളൊക്കെ നടത്തണം, അതിനുശേഷം അടുത്ത പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്നാണ്. എന്നാൽ കേണൽ അതിന് സമ്മതിക്കുന്നില്ല. ലൂക്കിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല, അവനും അടുത്ത പ്രോഗ്രാമിൽ വേണം. ഇതിപ്പം അവൻ എന്തെങ്കിലും തെറ്റിപ്പോയതായിരിക്കും. അതുകൊണ്ട് ആ ഓർമ്മകളൊക്കെ മായ്ച്ചു കളയാൻ വേണ്ടി എല്ലാവരുടെയും ശരീരത്തിലേക്ക് ആ സീറോ ഒന്നുകൂടെ കുത്തിവെച്ചേക്ക് എന്നാണ് കേണൽ പറയുന്നത്. അതിന് തുറന്ന് എല്ലാവരുടെയും കഴുത്തിന്റെ പുറകിലേക്ക് അവരൊരു നീഡിൽ ഇഞ്ചക്ട് ചെയ്യാണ്. ഈ സിറമാണ് അവരുടെ ഓർമ്മകളൊക്കെ മായ്ച്ചു കളയുന്നത്. അങ്ങനെ സമയം രാത്രി കേണലും ആ സയന്റിസ്റ്റും കൂടെ പിന്നെയും ലൂക്കിന്റെ അടുത്തെത്തി. കേണൽ ഇപ്പോൾ പറയുന്നത്, നീ നേരത്തെ കൺഫ്യൂഷനിലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞപ്പോൾ നീ അനുസരിക്കാതിരുന്നത്. ഒരിക്കലും നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ എപ്പോഴും ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കേണ്ടവനാണ് എന്നൊക്കെയാണ് കേണൽ പറയുന്നത്. അതേക്കുന്ന ലൂക്ക് പറയുന്നത്, ശരിയാണ്, ഞാൻ ഓർഡറുകൾ അനുസരിക്കേണ്ടവനാണ്. അവൻ അത് പറഞ്ഞു കഴിയുമ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല എന്ന കാര്യം കേണലും മനസ്സിലായി. ഈ സമയം തന്നെ വെറോണിക്കയാണെങ്കിൽ ഇപ്പൊ അവരുടെ ബേസിന്റെ അടുത്തേക്ക് എത്തി. അവൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുത്തിരിപ്പോൾ ഒരു പെട്ടിയിൽ ഒരു ശരീരം വെച്ചിട്ടുണ്ട്. അവൻ ആ പെട്ടി അടച്ചതിന് ശേഷം അവിടുന്ന് പോയി. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം അവൾ ആ പെട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ആ പെട്ടി ഓപ്പൺ ചെയ്യാണ്. ഈ സമയം അവൾ നോക്കുമ്പോൾ ഒരു യൂണിവേഴ്സൽ സോൾജർ അതിൽ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ട ആ GR-76 ആണ്. കേണൽ ആ പത്രക്കാരുടെ അടുത്ത് പറഞ്ഞത് ഈ ഒരു മിഷനിൽ ആളപായൊന്നും ഉണ്ടായിട്ടില്ല എന്നാണല്ലോ. എന്നിട്ട് ഇപ്പോൾ അവൾ നോക്കുമ്പോൾ ഒരു പട്ടാളക്കാരനോട് മരിച്ചു കിടക്കുന്നു. ഇത് പുറം ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി അവൾ അയാളുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് അയാൾ കണ്ണു ഓർക്കുന്നത്. അത് കണ്ടതും അവൾ ശരിക്കും ഞെട്ടിപ്പോയി. ഈ സമയം ഇതെല്ലാം അവിടുത്തെ ക്യാമറ വഴി കേണലും കൂട്ടരും കാണുന്നുണ്ട്. അവളങ്ങോട്ട് അതിക്രമിച്ച് കയറിയത് കണ്ടതും അവർ അലാറം ഓണാക്കി. ആ അലാറം അടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ വെറോണിക്കാണെങ്കിൽ അവിടുന്ന് ഓടുകയും ചെയ്തു. അങ്ങനെ കേണലും കൂട്ടരും ചെക്ക് ചെയ്യുമ്പോൾ അവൾ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ വെറോണിക്ക വേഗം ചെന്നിട്ട് അവളുടെ വണ്ടിക്കകത്ത് കയറി. അതിനുശേഷം പെട്ടെന്ന് തന്നെ വണ്ടി ഓടിച്ചിട്ട് അവിടെ പോവാണ്. എന്നാൽ പുറകിലായിട്ട് ആ യൂണിവേഴ്സൽ സോൾജേഴ്സും വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ചേസിങ്ങിൽ അവിടെ ചെന്നിടിച്ച് വെറോണിക്കയുടെ കാറ് മറഞ്ഞു. എന്നാൽ അവർക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ സ്കോട്ടും ലൂക്കും ചെന്നിട്ട് വെറോണിക്കയും ആ യൂറയും വെളിയിലേക്ക് എടുത്തു. എന്നിട്ട് അവരെ മുട്ടുകുത്തി അവിടെ ഇരുത്താണ്. അതിനുശേഷം അടുത്ത നിർദ്ദേശത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ബേസിൽ നിന്ന് കേണൽ പറയുന്നത് എത്രയും പെട്ടെന്ന് ആ ലേഡിയുടെ കയ്യിൽ നിന്നും അവളെടുത്ത ഫോട്ടോസിന്റെ ഫിലിം മേടിച്ചിട്ട് അവർ ഈ ബേസിലേക്ക് കൊണ്ടുവരണമെന്നാണ്. അത് കേട്ടതും സ്കോട്ട് ചെന്നിട്ട് അവളുടെ അടുത്ത് ആ ഫിലിം ചോദിച്ചു. എന്നാൽ അവളത് കൊടുക്കുന്നില്ല. അവളത് കൊടുക്കാത്ത കാണുമ്പോൾ സ്കോട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂറിക്ക് നേരെ ഷൂട്ട് ചെയ്തു. അതോടുകൂടെ അവൻ മരിച്ചു. എന്നാൽ അവന്റെ ഈ പ്രവൃത്തി കേണലും കൂട്ടരും തീരെ പ്രതീക്ഷിച്ചല്ല. നിങ്ങൾ എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നാണ് അവരവിടെ നിന്ന് വിളിച്ചു ചോദിക്കുന്നത്. എന്നാൽ ഇപ്പൊ സ്കോട്ട് ഷൂട്ട് ചെയ്തപ്പം ലൂക്കിനത് പിന്നീട് ട്രിഗർ ചെയ്തു. അവന് വീണ്ടും ആ യുദ്ധം നടന്ന സമയത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. അതുകൊണ്ട് അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോട്ട് അടുത്തായിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴേക്കും അവൻ ഇടിച്ച് താഴേക്ക് ഇട്ടു. എന്നിട്ട് വേഗം അവളെയും കൂട്ടി അവിടെയുള്ള ഒരു വണ്ടിയിൽ കയറിയിട്ട് വേഗം അവിടുന്ന് പോവാണ്. എന്നാൽ അവന്റെ ആ പ്രവൃത്തി കേണലും തീരെ പ്രതീക്ഷിച്ചല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാനാണ് അയാൾ ഓർഡർ കൊടുക്കുന്നത്. അതിനെ തുടർന്ന് ഒരു യൂണിവേഴ്സൽ സോൾജർ ഇപ്പൊ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ എന്നിട്ടും ലൂക്ക് വണ്ടി നിർത്തുന്നില്ല. ഈ സമയത്താണ് കേണൽ ഇപ്പൊ ലൂക്കിനെ വിളിക്കുന്നത്. നീ എന്താ ലൂക്കി കാണിക്കുന്നത്?
ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നീ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടവനാണ്, അതുകൊണ്ട് വണ്ടി നിർത്തിയിട്ട് തിരിച്ചു വരാൻ നോക്ക് എന്നാണ് കേണൽ പറയുന്നത്. അത് കേട്ടതും ലൂക്ക് അവിടെ വണ്ടി നിർത്തി. അത് കാണുമ്പോൾ വെറോണിക്കയ്ക്ക് ടെൻഷനായി. നീ എന്തിനാണ് വണ്ടി നിർത്തിയത്, അവരെന്നെ കൊല്ലും എന്നൊക്കെ അവൾ പറഞ്ഞു. എന്നാൽ ഈ സമയം കേണൽ അവനോട് സംസാരിക്കുന്നുണ്ട്. നിനക്ക് കൺഫ്യൂഷൻ ആയതാണ്, ആ പെണ്ണ് പറയുന്ന ഒന്നും നീ കേൾക്കരുത്, നീ വണ്ടി തിരിച്ചിങ്ങോട്ട് വരാൻ നോക്ക് എന്നാണ് കേണൽ പറയുന്നത്. അതേക്കും അവനിപ്പോൾ അവളോട് പറയുന്നത്, ഞാൻ കൺഫ്യൂഷൻ ആയതാണ്, ഓർഡറുകൾ അനുസരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് വണ്ടി തിരിച്ചേ പറ്റൂ എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ കേണൽ അവന് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് അവളും കേൾക്കുന്നുണ്ട്. അപ്പൊ ആ ഹെഡ്സെറ്റ് ഉള്ളതാണ് എല്ലാത്തിനെയും പ്രശ്നം എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ അവന്റെ തലയിൽ നിന്നും ആ ഹെഡ്സെറ്റ് ഊരി വെളിയിലേക്ക് ഇട്ടു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ വണ്ടിയുടെ ആക്സിലേറ്ററിൽ ചവിട്ടിയിട്ട് ആ വണ്ടി മുന്നോട്ടെടുക്കുകയാണ്. ഇതെല്ലാം കണ്ട് സ്കോട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവന് വല്ലാത്തൊരു ദേഷ്യം വരാൻ തുടങ്ങി. അവനിപ്പോ ലൂക്കിനെ വിളിക്കുന്നത് രാജ്യദ്രോഹി എന്നാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ലൂക്കും വെറോണിക്കയും ആ കാറിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം വെറോണിക്കയാണെങ്കിൽ ആ യൂറിയുടെ മരണത്തിൽ നല്ല വിഷമമുണ്ട്. അവൾ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ പുറപ്പെടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ആരോട് പോയിട്ട് പറയാനാണ്? ഈ സമയം സയന്റിസ്റ്റുമാരെല്ലാം ആ പട്ടാളക്കാരൊക്കെ ആ ട്രക്കിന്റെ അകത്ത് കയറ്റി. എന്നിട്ട് അവരുടെ ശരീരത്തിൽ പിന്നെ എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്യാണ്, പ്രത്യേകിച്ച് ആ സ്കോട്ടിന്റെ ശരീരത്തിൽ. ഈ കണ്ണാടി വെച്ച മെയിൻ സയന്റിസ്റ്റ് ഉണ്ടല്ലോ, അയാളുടെ പേര് വുഡ് എന്നാണ്. ഈ സമയം കേണൽ അങ്ങോട്ട് വന്നു. കേണൽ ഇപ്പോൾ വുഡിനോട് പറയുന്നത്, നിങ്ങൾ ഈ പരീക്ഷണം നടന്നൊക്കെ നിർത്ത്, എല്ലാവരും തുറന്നു വിട്, എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെയും പിടിക്കണം, അതുപോലെ ലൂക്കിനെയും പിടിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ് എന്നാണ് കേണൽ പറയുന്നത്. എന്നാൽ വുഡ് അതിന് സമ്മതിക്കുന്നില്ല. വുഡ് പറയുന്നത്, ഇപ്പൊ തന്നെ മൊത്തം പ്രശ്നത്തിലായിരിക്കുകയാണ്, നിങ്ങൾ കണ്ടതല്ലേ ആ സ്കോട്ട് ഒരുത്തിനെ വെടിവെച്ചു വന്നത്, ഇവന്മാരെ ഇനി അഴിച്ചുവിടാനൊന്നും പറ്റത്തില്ല, മാത്രമല്ല ഈ കാര്യം നമുക്ക് ഗവൺമെന്റിനെ അറിയിച്ചേ പറ്റൂ എന്നാണ് വുഡ് പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ കേണലിന് ദേഷ്യമാണ് വരുന്നത്. ഗവൺമെന്റിനെ അറിയിക്കാനോ? അവരറിയാതെയാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്തത്. ഇതെങ്ങനെ അവന്മാരെ അറിയുകയാണെങ്കിൽ അന്നത്തോടെ നമ്മളെല്ലാവരും ജയിലിലായിരിക്കും, കാരണം നമ്മൾ മരിച്ച പട്ടാളക്കാരെയാണ് തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കേട്ടാൽ മതി എന്നാണ് കേണൽ പറയുന്നത്. ഈ സമയം ലൂക്കും വെറോണിക്കയും ആ കാറിൽ തന്നെയാണ്. വെറോണിക്ക ഇപ്പോൾ ലൂക്കിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നീ എന്തിനാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്? അതേക്ക് അവൻ പറയുന്നത്, എനിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാനുള്ളതാണ്, പക്ഷെ നീ സുരക്ഷിതയായിരിക്കുന്നവരെ എനിക്കതിന് കഴിയത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അവൻ അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ പറയുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ അതിനിടയിലാണ് അവന്റെ ദേഹത്ത് വെടികൊണ്ട പാടം അവൾ കാണുന്നത്. അവിടെ നിന്ന് ചോര വരുന്നുണ്ട്. അവൾ ആ കാര്യം പറയുമ്പോഴാണ് അവനും ഇത് ശ്രദ്ധിക്കുന്നത്. ഈ സമയം അവനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിനകത്തെ സിഗരറ്റ് ലൈറ്റർ എടുത്തിട്ട് അവന്റെ ആ മുറിവ് അങ്ങോട്ട് കരിച്ചു കളയാണ്. എന്നാൽ അതിനിടയിലാണ് വണ്ടിയുടെ പെട്രോൾ തീരുന്നത്. അതിനെ തുറന്ന് വണ്ടി നിർത്തിയിട്ട് ലൂക്ക് വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവൻ വണ്ടി തള്ളാൻ തുടങ്ങി. അത് കാണുമ്പോൾ അവൾക്ക് ശരിക്കും അത്ഭുതമായി. കാരണം അവൻ വണ്ടി തള്ളുമ്പോൾ വണ്ടി പോകുന്നത് 30 കിലോമീറ്റർ സ്പീഡിലാണ്. അങ്ങനെ ലൂക്ക് വണ്ടി തള്ളി തള്ളി ഒരു പെട്രോൾ പമ്പിലേക്ക് എത്തിച്ചു. അവിടെ ഒരു ഹോട്ടലും ഉണ്ട്. അങ്ങനെ വണ്ടി അവിടെ നിർത്തി കഴിയുമ്പോൾ അവൾ ഇറങ്ങിയിട്ട് ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ബൂത്തിലേക്ക് പോയി. ഈ സമയം ലൂക്ക് നേരെ പോകുന്നത് ആ പെട്രോൾ പമ്പിന്റെ ഓണറുടെ അടുത്തേക്കാണ്. അവനിപ്പോൾ അയാളുടെ അടുത്ത് പെട്രോളിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് പെട്രോളൊക്കെ തീർന്നു, നാളെ അത് ഫില്ല് ചെയ്യുള്ളതാണ്. എന്നാൽ ഈ സമയത്താണ് ലൂക്കിന് വല്ലാണ്ട് ചൂടെടുക്കുന്നത്. അവന്റെ ശരീരം ചൂടായി കഴിഞ്ഞാൽ പിന്നെ അവൻ ഷട്ട് ഡൗൺ ആവും. അതുകൊണ്ട് അവന്റെ ശരീരം തണുപ്പിക്കണം. ശരീരം തണുപ്പിക്കാൻ ഇപ്പം എന്താ ചെയ്യുക എന്നാണ് അവനിപ്പോൾ അയാളുടെ അടുത്ത് ചോദിക്കുന്നത്. അതേക്ക് അയാൾ പറയുന്നത്, ശരീരം തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ റൂം എടുക്കേണ്ടി വരും, അവിടെ AC ഉണ്ട്. അവനത് സമ്മതിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഫോൺ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് അവളും അങ്ങോട്ട് വരുന്നത്. ഇവിടുത്തെ ബൂത്തിലെ ഫോൺ എന്താണ് വർക്ക് ചെയ്യാത്തത് എന്ന് അവൾ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, അത് കേടുവന്നിരിക്കുകയാണ്, പിന്നെ നിങ്ങളിപ്പോൾ റൂം എടുക്കല്ലേ, റൂമിലെ ഫോൺ വർക്ക് ചെയ്യും, നിങ്ങൾ അവിടെ നിന്ന് വിളിച്ചോ എന്നാണ് അയാൾ പറയുന്നത്. അതിനെ തുറന്ന് അവർ രണ്ടുപേരും അവരുടെ റൂമിലേക്ക് പോയി. റൂമിന്റെ അകത്തേക്ക് കയറി ഉടനെ തന്നെ വെറോണിക്ക TV ഓണാക്കി. കാരണം ന്യൂസിൽ ഇവരെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന കാര്യം അറിയാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ ലൂക്ക് ചെന്നിട്ട് അവിടുത്തെ AC ഓണാക്കി. എന്നിട്ട് അവരുടെ ഡ്രസ്സൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇതേസമയം ആ സ്കോട്ടും ടീമും ഇപ്പൊ ആ ഹോട്ടലിന്റെ പരിസരത്തേക്ക് എത്തി. അവരവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്കോട്ടിന് ഒരു ഓർഡർ കിട്ടുന്നത്. ആ പരിസരത്ത് തന്നെ ലൂക്കും വെറോണിക്കയും ഉണ്ട്. അവർ പുറത്തേക്ക് വിളിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നീ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ലൈനൊക്കെ കട്ട് ചെയ്യും എന്നാണ് അവരിപ്പോൾ സ്കോട്ടിന്റെ അടുത്ത് പറയുന്നത്. അതിനെ തുറന്ന് അവൻ അവിടുത്തെ ലൈൻ കമ്പി മൊത്തം വെടിവെച്ച് താർക്കാണ്. ഈ സമയം റൂമിലിരുന്നിട്ട് വെറോണിക്ക ഫോൺ വിളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നപ്പോൾ ആ ലൈൻ കട്ടായതുകൊണ്ട് അവൾക്ക് കണക്ഷൻ കിട്ടുന്നില്ല. അതിനിടയിലാണ് TV-യിൽ ഒരു ന്യൂസ് കാണിക്കുന്നത്. ആ വാർത്ത അവളെ ഞെട്ടിച്ചു കളഞ്ഞു. അതിൽ പറയുന്നത് ഇവളുടെ ആ കൊളികായ യൂറി മരിച്ചല്ലോ, ആ ഒരു കാര്യമാണ്. പക്ഷെ തെറ്റായ രീതിയിലാണ് ന്യൂസ് പറയുന്നത്. അതായത് യൂറിയെ കൊന്നിട്ട് വെറോണിക്ക ഒളിവിൽ പോയി. അത് കേൾക്കുന്ന അവളാണെങ്കിൽ ശരിക്കും ഭ്രാന്ത് പിടിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ അവള് വെളിയിലേക്ക് പോയത് കാണുമ്പോൾ ലൂക്ക് അവളുടെ പുറകെ ചെന്നു. എന്നാൽ അവൻ പുറത്തേക്ക് എത്തിയപ്പോഴേക്കും ചൂടെടുക്കുന്ന കാരണം അവൻ തളർന്ന് താഴേക്ക് വീണു. അത് കാണുമ്പോൾ നിനക്കിത് എന്തു പറ്റി എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതേക്കുമ്പോൾ നീ എങ്ങനെയെങ്കിലും എന്നെ തണുപ്പിക്കണം, അതിനുവേണ്ടി നീ കുറച്ച് ഐസ് സംഘടിപ്പിച്ചോണ്ട് വാ എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവൾ കുറെ ഐസൊക്കെ സംഘടിപ്പിച്ചിട്ട് അവനെ ബാത്ടബിലേക്ക് ഇരുത്തി അതിലിട്ട് മൂടുകയാണ്. അതോടുകൂടെ അവൻ നോർമൽ ആവാൻ തുടങ്ങി. ഈ സമയത്താണ് അവൾ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നത്. അവന്റെ ശരീരത്തിൽ ഒരു മുറിവിന്റെ പാടുണ്ടായിരുന്നു. ഇപ്പൊ ഐസ് വെച്ചപ്പം അതൊക്കെ ഉണങ്ങിയിട്ട് അവന്റെ ശരീരം പഴയതുപോലെ തന്നെയായി. അങ്ങനെ അവൾ അടുത്തായിട്ട് ആ റിസപ്ഷനിലേക്കാണ് പോകുന്നത്, അവിടുന്ന് ഫോൺ ചെയ്യാൻ വേണ്ടി. എന്നാൽ അവിടുത്തെ ഫോണും ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഈ സമയത്താണ് ആ സ്കോട്ട് അങ്ങോട്ട് വരുന്നത്. അവൻ അവളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവനൊരു ഓർഡർ കിട്ടി. ലൂക്കിനെ കൂടെ കണ്ടുപിടിച്ചിട്ട് ഷൂട്ട് ചെയ്താൽ മതി എന്നാണ് അവൻ ഓർഡർ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ വെടിവെക്കുന്നില്ല. ഈ സമയം തന്നെ ലൂക്കാണെങ്കിൽ ഇപ്പൊ റെഡി ആയിട്ട് അവന്റെ റൂമിലിരിക്കുകയാണ്. അതിനിടയിൽ അവിടെ ന്യൂസ് കാണിക്കുന്നുണ്ട്. ആ ന്യൂസിൽ ഇപ്പൊ പറയുന്നത് ആ യുദ്ധമൊക്കെ കഴിഞ്ഞ കാര്യമാണ്.
ഇപ്പോഴാണ് യുദ്ധം കഴിഞ്ഞു എന്ന കാര്യം അവനും മനസ്സിലാവുന്നത്. അങ്ങനെ അവനതൊക്കെ കണ്ടുകൊടുക്കുന്ന സമയത്ത് അവളും അങ്ങോട്ട് വന്നു. അവളിപ്പോൾ ആ ഫോൺ വിളിക്കാൻ പറ്റാത്ത കാര്യമൊക്കെ അവനോട് പറയുമ്പോഴാണ് പെട്ടെന്ന് അവന്മാർ വെടിവെക്കുന്നത്. അത് കണ്ടതും ലൂക്ക് അവളെയും കൊണ്ട് നേരെ താഴേക്കിരുന്നു. ഈ സമയം അവന്മാരാണെങ്കിൽ തുരു അങ്ങോട്ട് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെറോണിക്കയെ അവിടെ താഴേക്കെടുത്തതിന് ശേഷം ലൂക്ക് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഓടുന്ന വഴിക്ക് അവൻ അവിടെയുള്ള റൂമിന്റെ ചുമരൊക്കെ തകർത്ത് കളയുന്നുണ്ട്. അങ്ങനെ ഓരോ റൂമിന്റെയും ചുമര് തകർത്തിട്ട് അവൻ അവസാനത്തെ റൂമിലേക്ക് എത്തി. ഈ സമയം അവന്റെ പുറകെ അവളും വരുന്നുണ്ട്. എന്നാൽ ആ ഒരു റൂമിന്റെ ചുമര് അവന് തകർക്കാൻ പറ്റത്തില്ല, കാരണം അത് മൊത്തത്തിൽ കോൺക്രീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരവിടെ താഴേക്കിരുന്നു. ഈ സമയം സ്കോട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ വെടിവെക്കുന്നുണ്ട്. അങ്ങനെ കുറെ നേരം വെടിവെച്ച് കഴിഞ്ഞിട്ട് അവരുടെ അനക്കമൊന്നും ഇല്ലാന്ന് കാണുമ്പോൾ പട്ടാളക്കാരെല്ലാം ഇപ്പൊ ഹോട്ടലിനകത്ത് കയറി. എന്നാൽ ഈ ഒരു അവസരത്തിൽ ലൂക്ക് വേഗം വെറോണിക്കയും കൂട്ടി അവിടുന്ന് ഒരു കാർ എടുത്തിട്ട് ഓടിച്ചു പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ രണ്ടുപേരും ഇപ്പോഴും ആ കാറിൽ തന്നെയാണ്. അതിനിടയിൽ വെറോണിക്ക ഇപ്പം അവരുടെ അടുത്ത് ചില കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നീ യഥാർത്ഥത്തിൽ ആരാണ്? നിനക്ക് എവിടെ നിന്നാണ് ഈ സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ് ഒക്കെ കിട്ടിയത്? നിന്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? അവരൊക്കെ ഇപ്പൊ എവിടെയാണ് എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. അതിനെ തുടർന്ന് അവൻ അവിടെ വണ്ടി നിർത്തി. എന്നിട്ട് അവനിപ്പോൾ അവളോട് പറയുന്നത്, എനിക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഉറപ്പായിട്ടും ഞാനത് കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം അവൻ അവളെയും കൊണ്ട് നേരെ പോകുന്നത് ഒരു പെട്രോൾ പമ്പിലേക്കാണ്. എന്നിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് അവൻ അവളെ കൂട്ടി ഒരു റൂമിന്റെ അകത്ത് കയറി. എന്നിട്ട് അവൻ അവളോട് പറയുന്നത്, അവന്മാരെന്നെ ട്രാക്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ ശരീരത്തിനകത്ത് ഒരു ട്രാക്കർ ഉണ്ടെന്നാണ്. നീ വേഗം അത് കണ്ടുപിടിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവന്റെ ഡ്രസ്സൊക്കെ ഊരി. അങ്ങനെ അവളിപ്പം അവന്റെ ശരീരം മൊത്തം ചെക്ക് ചെയ്യാണ്. അതിൽ നിന്നും അവന്റെ കാലിലാണ് ആ ട്രാക്കർ ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലായി. ആ കാര്യം അവൾ അവന്റെ അടുത്ത് പറയുമ്പോൾ അവനൊരു കത്തി എടുത്തിട്ട് അവന്റെ ആ കാല് കീറുകയാണ്. അതിനുശേഷം അവർ ആ ട്രാക്കർ എടുത്ത് മാറ്റുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ പട്ടാളക്കാരൊക്കെ അങ്ങോട്ടും എത്തി. അവർ വന്ന ഉടനെ തന്നെ ആ റൂം പൊളിച്ചിട്ട് അതിന്റെ അകത്തേക്ക് കയറി എന്റെ തുരുതൂര അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ സമയം ലൂക്ക് അതിനകത്തില്ല. അവൻ അതിനകത്ത് മൊത്തം പെട്രോൾ ആക്കിയിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. അങ്ങനെ പട്ടാളക്കാരൊക്കെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ മൊത്തം തീ പിടിച്ചു. മാത്രമല്ല അതിനെ തുടർന്ന് ആ പെട്രോൾ പമ്പ് മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അതിൽപ്പെട്ട് ആ പട്ടാളക്കാരുടെ ശരീരത്തിനും തീ പിടിച്ചു. അത് കാണുമ്പോൾ സയന്റിസ്റ്റുകൾ എല്ലാവരും വെളിയിലേക്ക് വന്നു. അവരുടെ കയ്യിൽ ഒരു കൂളന്റ് ഉണ്ട്. അത് വെച്ച് സ്പ്രേ ചെയ്തിട്ട് അവർ ആ തീയൊക്കെ കെടുത്തതാണ്. ഇതേ സമയം തന്നെ ലൂക്കും വെറോണിക്കയും അവിടെയുള്ള കാറിന്റെ ഡിക്കിയിലാണ്. അവർ വേഗം വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പൊ അവർ നോക്കുമ്പോൾ ആ ട്രക്കിനകത്ത് ആരുമില്ല. ഈ ഒരു അവസരത്തിൽ അവർ വേഗം ട്രക്കിനകത്ത് കയറി അതിനകത്തുള്ള ഫയലുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേഗം തന്നെ വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവരുടെ കാറിൽ കയറിയിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങി. എന്നാൽ ഈ സമയം പുറകിലത്തെ സീറ്റിലായിട്ട് ആ സ്കോട്ട് ഇരിക്കുന്നുണ്ട്. അവനൊന്നും പറ്റിയിട്ടില്ല. അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ലൂക്കിന്റെ കഴുത്തിനൊടിച്ചു. അത് കാണുന്ന ലൂക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാർ ഓടിച്ചു നിന്നിട്ട് ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് ഇടിപ്പിക്കുകയാണ്. അതിനെ തുടർന്ന് പുറകിലുള്ള സ്കോട്ട് ആ കാറിന്റെ ചില്ലും തകർത്തിട്ട് വെളിയിലേക്ക് തെറിച്ചു വീണു. ഈ ഒരു അവസരത്തിൽ അവർ കാറുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ രക്ഷപ്പെട്ടത് കാണുമ്പോൾ കേണൽ വേഗം തന്നെ ആ സയന്റിസ്റ്റിനെ വിളിച്ചു. എന്നിട്ട് എല്ലാവരുടെ അടുത്തും ആ ട്രക്കിലേക്ക് കയറാൻ പറയണം. അങ്ങനെ എല്ലാവരും കയറി കഴിഞ്ഞ് കേണൽ നോക്കുമ്പോൾ സ്കോട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് കാണുന്ന കേണൽ സ്കോട്ടിനെ വിളിച്ചു. എന്നിട്ട് അയാൾ പറയുന്നത്, നിനക്കെന്താ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, വേഗം വന്ന് ട്രക്ക് കയറാൻ എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്ക് സ്കോട്ടിന് അവൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവൻ ഉടനെ തന്നെ ആ കേണലിനെ വെടിവെച്ചുകൊല്ലാണ്. ഈ സമയം തന്നെ ട്രക്കിനകത്താണെങ്കിൽ ആ തീ പിടിച്ച പട്ടാളക്കാരെയൊക്കെ ആ സയന്റിസ്റ്റുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സ്കോട്ട് അങ്ങോട്ട് വരുന്നത്. അതിനിടയിൽ അവർ കേണലിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ, നിങ്ങൾ ഇനി അയാളെ വിളിച്ച് ബുദ്ധിമുട്ടണ്ട, അയാളെ ഞാൻ പറഞ്ഞു വിട്ടു, ഇനി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാളുടെ അറുത്തെടുത്ത് ചെവി അവനിപ്പം ആ സയന്റിസ്റ്റുകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടതും അവിടെ നിൽക്കുന്ന മറ്റൊരു പട്ടാളക്കാരൻ ഇപ്പൊ അവനെ പിടിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് വന്നു. എന്നാൽ അടുത്ത സെക്കൻഡിൽ അവൻ ആ പട്ടാളക്കാരനെ കൊന്നു കളഞ്ഞു. മാത്രമല്ല ഒരു സയന്റിസ്റ്റിനെ കൂടെ അവൻ കൊല്ലുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ബാക്കിയുള്ളവര് ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവൻ പറയുന്നത് അനുസരിക്കാന്നല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗവുമില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ സയന്റിസ്റ്റും അയാളുടെ അസിസ്റ്റന്റും കൂടെ ഒരു സോൾജറിന് ഇപ്പൊ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അപ്പുറത്തായിട്ട് സ്കോട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അവർ നോക്കുമ്പോൾ കാണുന്നത് സ്കോട്ട് ഒരു ഇഞ്ചക്ഷൻ അയാളുടെ നെഞ്ചിലേക്ക് കുത്തിവെക്കുന്നതാണ്. ഈ ഇഞ്ചക്ഷൻ മറ്റൊന്നുമല്ല, അത് അവന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ സമയം തന്നെ വെറോണിക്കയും ലൂക്കും ഒരു റെസ്റ്റോറന്റിലിരിക്കുകയാണ്. അതിനിടയിൽ അവർ അവിടുന്ന് അടിച്ചുകൊണ്ട് വന്ന ആ ഫയലുകൾ ഉണ്ടല്ലോ, അവൾ അതൊക്കെ ചെക്ക് ചെയ്തതിൽ നിന്നും ഒരു ഡോക്ടറിന്റെ നമ്പർ അവൾക്ക് കിട്ടി. ആ ഡോക്ടറിന്റെ പേര് ഗ്രിഗർ എന്നാണ്. ഞാൻ ഈ ഡോക്ടറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവൾ വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയമാകുമ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള ഫുഡുമായിട്ട് അവിടുത്തെ വെയിറ്റർ അങ്ങോട്ടെത്തി. 25 വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ ഇതുപോലത്തെ ഭക്ഷണമൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആസ്വദിച്ചിട്ടാണ് അവൻ ആ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞു. ആ സയന്റിസ്റ്റ് ഇപ്പം സ്കോട്ടിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അയാൾ പറയുന്നത്, നിന്റെ ശരീരം വല്ലാണ്ട് ചൂടാവുന്നുണ്ട്, അതുകൊണ്ട് നീ കുറച്ച് സമയം നിന്റെ ആ ചെയറിൽ പോയിരിക്കുക എന്നാണ് അയാൾ പറയുന്നത്. അതിനെ തുടർന്ന് സ്കോട്ട് വേഗം തന്നെ അവന്റെ റൂമിലേക്ക് വന്നു. ഇപ്പൊ അയാൾ അവൻ അങ്ങോട്ട് പറഞ്ഞുവിടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ എങ്ങനെയെങ്കിലും അവരുടെ കൺട്രോളിൽ വരുത്തിയേ പറ്റൂ, അല്ലെങ്കിൽ അപകടമാണ്. അതുകൊണ്ട് അവൻ ഉറങ്ങുന്ന സമയത്ത് ആ സിറം കുത്തിവെച്ചിട്ട് അവന്റെ ഓർമ്മകൾ മായ്ച്ചു കളയാനാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവൻ ആ ചെയറിൽ പോയി ഇരുന്ന് കഴിയുമ്പോൾ അയാൾ അയാളുടെ അസിസ്റ്റന്റിനെ അവന്റെ റൂമിലേക്ക് പറഞ്ഞുവിടാണ്. എന്നാൽ അവൻ അങ്ങോട്ട് എത്തിയതും സ്കോട്ടിന് കാര്യം മനസ്സിലായി. സ്കോട്ട് ഉടനെ തന്നെ അവന് പിടിച്ചു. എന്റെ അസിസ്റ്റന്റിനെ ആ ചെയറിലേക്ക് ഇരുത്തിയിട്ട് അവന്റെ മുഖത്തേക്ക് ആ നീഡിൽ കുത്തിയിറക്കുകയാണ്. അതോടുകൂടെ ആ അസിസ്റ്റന്റിന്റെ പണിയും തീർന്നു. ഇതൊക്കെ കണ്ട ആ വുഡ് ആണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അയാൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയം തന്നെ ലൂക്കുള്ള ആ റെസ്റ്റോറന്റിലാണെങ്കിൽ അവിടെ കഴിക്കാൻ വന്ന ആൾക്കാരൊക്കെ
ഇപ്പൊ ലൂക്കിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിഷ് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇപ്പൊ അവൻ കഴിച്ചു തീർക്കുകയും ചെയ്തു. ഇപ്പൊ ആ വെയിറ്റർ അവസാനത്തെ പ്ലേറ്റും കൂടെ അവന് കൊണ്ടുകൊടുക്കുകയാണ്. അങ്ങനെ അത് കൊടുത്തതിന് ശേഷം അവർ ചോദിക്കുന്നത് ഇതിനൊക്കെ തരാൻ നിന്റെ അടുത്ത് പൈസ ഉണ്ടോന്നാണ്. എന്നാൽ ലൂക്ക് പറയുന്നത് എന്റെ കയ്യിൽ കാശൊന്നും ഇല്ലാന്നാണ്. അതേക്കുമ്പോൾ ആ വെയിറ്ററിന് അങ്ങോട്ട് ദേഷ്യം വന്നു. അവൾ വേറൊരുത്തരം അങ്ങോട്ട് വിളിച്ചു. അങ്ങനെ പൈസ ഇല്ലാന്ന് അറിയുമ്പം അയാൾ വന്നിട്ട് അവന്റെ കഴുത്തിന് ഓടിക്കുകയാണ്. എന്നാൽ അത് കണ്ട ലൂക്കാണെങ്കിൽ ഒറ്റയടിക്കാൻ അയാളെ താഴേക്കിട്ടു. ഇത് കാണുന്ന ബാക്കിയുള്ളവരും അവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. എന്നാൽ നിമിഷ നേരം കൊണ്ട് അവൻ എല്ലാത്തിനും ഇടിച്ചു വീഴ്ത്താണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് വെറോണിക്ക ഫോണും ചെയ്ത് തിരിച്ചു വരുമ്പം ആ റെസ്റ്റോറന്റ് അകം മൊത്തം തകർന്നു കിടക്കുന്നതാണ് കാണുന്നത്. അത് കണ്ട് അവളും ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ സമയം രാത്രി സ്കോട്ട് ഇപ്പൊ ലൂക്കിനെ അന്വേഷിച്ച് ഒരു ബാറിന് മുമ്പിലേക്ക് എത്തി. ഈ സമയം കുറെ ആൾക്കാർ ആ ബാറിന് മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അവൻ അങ്ങോട്ട് വന്നിട്ട് സ്കോട്ടിനെയും വെറോണിക്കയും കുറിച്ച് അവരുടെ അടുത്ത് ചോദിക്കുകയാണ്. എന്നാൽ അവന്റെ ആ രൂപമൊക്കെ കാണുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അവനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ടത് സ്കോട്ടാണെങ്കിൽ ഒറ്റ ചവിട്ടിന് തന്നെ 3 പേരെ തെറിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം അവനെ കളിയാക്കി ഒരുത്തിന് പിടിക്കുകയാണ്. ഈ സമയം ട്രക്കിനകത്ത് ആ സയന്റിസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രനേഡ് എടുത്തു. ഇപ്പൊ അവിടെ ആ GR-76 നിൽക്കുന്നുണ്ട്. അവന്റെ പണി തീർക്കണം. അതിനുവേണ്ടി അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രനേഡ് അവന് കൊടുത്തിട്ട് പറയുന്നത് സ്കോട്ട് നിന്നോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രനേഡ് ഓപ്പൺ ചെയ്തിട്ട് 30 സെക്കൻഡ് നിന്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കണം. അതിന് നിനക്ക് സമ്മതമാണോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഞാൻ ഓർഡർ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്, അതുകൊണ്ട് എനിക്കിതിന് സമ്മതമാണ് എന്നാണ് GR-76 പറയുന്നത്. അതിനെ തുറന്ന് ആ സയന്റിസ്റ്റ് ആ ഗ്രനേഡിന്റെ പിന്നു മാറ്റി എന്നിട്ട് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നാൽ അത് അവന്റെ കയ്യിലേക്ക് മേടിച്ച് കഴിയുമ്പോൾ അവൻ അയാളുടെ കൈ അടക്കമാണ് ഇങ്ങനെ മുറുകി പിടിക്കുന്നത്. അങ്ങനെ 30 സെക്കൻഡ് കഴിയുമ്പോൾ ആ ഗ്രനേഡ് പൊട്ടിത്തെറിച്ചു. ഇതെല്ലാം പുറത്തു നിന്ന് സ്കോട്ടും കാണുന്നുണ്ട്. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ട്രക്കിനകത്തുള്ളത് 2 സോൾജേഴ്സാണ്. ഇപ്പൊ അവരുടെ എല്ലാം ശരീരം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവരെ 2 പേരെ എടുത്തിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നു. എന്നിട്ട് അവരെ അവിടുത്തെ ഫ്രീസറിന്റെ അകത്തേക്ക് ഇടാണ് തണുക്കാൻ വേണ്ടി. അങ്ങനെ പിറ്റേ ദിവസമായി ലൂക്കും വെറോണിക്കയും ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇവിടെയാണ് ആ ഗ്രിഗർ ഉള്ളത്. അവരവിടേക്ക് ചെന്നിട്ട് ഗ്രിഗറിനെ കാണുമെന്ന് പറഞ്ഞു. അതിനെ തുറന്ന് അവർ റൂമിന്റെ അകത്താക്കിയിട്ട് അവിടെയുള്ള ഒരു ലേഡി ഇപ്പൊ ഗ്രിഗറിനെ വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ്. അങ്ങനെ ആ ലേഡി ഗ്രിഗറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇതെല്ലാം അവിടുത്തെ ജനൽ വഴി ലൂക്കും കാണുന്നുണ്ട്. ഈ സമയം അയാൾ അങ്ങോട്ട് തിരിയുമ്പോൾ അവനിപ്പോൾ അയാളുടെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. ഇയാളാണ് ഈ സോൾജേഴ്സിന്റെ ശരീരത്തിൽ ഈ പരീക്ഷണമൊക്കെ നടത്തിയത്. ആ ഒരു പ്രൊസീജിയറിന്റെ കാര്യങ്ങളൊക്കെ അവൻ ഓർമ്മ വരുന്നുണ്ട്. മാത്രമല്ല അവന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും അവന് ചില ഓർമ്മകളൊക്കെ വന്നു. അതിനെ തുറന്ന് അവനിപ്പോൾ തളർന്ന് താഴേക്ക് വീഴാണ്. ഈ സമയമാകുമ്പോഴേക്കും ഗ്രിഗറും അങ്ങോട്ടെത്തി. അയാളിപ്പോൾ വെറോണിക്കയുടെ അടുത്ത് പറയുന്നത് ഇവന്റെ ശരീരം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ തണുപ്പിക്കണം എന്നാണ്. ഈ സമയം തന്നെ ആ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ആ GR-76 ഇപ്പൊ എഴുന്നേറ്റു. അവൻ അവിടുന്ന് ഇറച്ചി നിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ ആ സൂപ്പർ മാർക്കറ്റിലായിട്ട് വേറെയും കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്ന കാണുമ്പോൾ സ്കോട്ട് ഇപ്പം അവരുടെ അടുത്തൊക്കെ ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് കുറച്ച് പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും സ്കോട്ട് എല്ലാത്തിനെയും വെടിവെച്ചു കൊല്ലാണ്. ഈ സമയം തന്നെ ഡോക്ടർ ഗ്രിഗർ ആണെങ്കിൽ അയാൾ ആ പരീക്ഷണം നടത്തിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ വെറോണിക്കയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനിടയിലാണ് അവിടെ TV ന്യൂസ് കാണിക്കുന്നത്. ആ ന്യൂസിൽ പറയുന്നത് കേണൽ മരിച്ച കാര്യമാണ്. എന്നാൽ കേണലിനെ കൊന്നിരിക്കുന്നതും വെറോണിക്കയാണ് എന്നാണ് അതിൽ പറയുന്നത്. മാത്രമല്ല സൂപ്പർ മാർക്കറ്റിൽ സ്കോട്ട് ആ പോലീസുകാരെ വെടിവെച്ചു വന്നല്ലോ, അതും ഇപ്പൊ ആ ന്യൂസിൽ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത് മരണസമയത്ത് ഇവർക്ക് ഏറ്റ ഷോക്കാണ്. ലൂക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ വീട്ടിൽ പോകാൻ ആഗ്രഹിച്ച സമയത്തായിരുന്നു അവൻ ആ ഷോക്ക് ഉണ്ടായത്. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ സോൾജറായിട്ട് മാറിക്കഴിഞ്ഞപ്പം അവൻ ആ ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് പോയത്. എന്നാൽ സ്കോട്ടിന്റെ കാര്യം നേരെ തിരിച്ചാണ്. സ്കോട്ടിനെ സംബന്ധിച്ച് അവൻ ഇപ്പോഴും ആ യുദ്ധത്തിലാണ്. അതുകൊണ്ടാണ് അവൻ എല്ലാവരും കൊന്നു കളഞ്ഞത്. ഈ ഒരു കാര്യമാണ് ഡോക്ടർ ഇപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം ലൂക്കും വെറോണിക്ക അവിടെ നിന്ന് ഇറങ്ങി. പുറത്തേക്ക് എത്തിയതിനു ശേഷം ലൂക്ക് ഇപ്പം അവക്കൊരു ബസ് ടിക്കറ്റ് കൊടുക്കുകയാണ്. എന്റെ അവൻ പറയുന്നത് ഇപ്പൊ നിന്റെ കാര്യം സേഫായി, ഇനി നീ വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക്, എന്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം എന്നാണ് അവൻ പറയുന്നത്. അവൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പം അവൾക്ക് വല്ലാത്തൊരു വിഷമമായി. അങ്ങനെ അവൾ വേഗം തന്നെ ആ ടിക്കറ്റും മേടിച്ചിട്ട് അവിടുത്തെ ബസ്സിലേക്ക് കയറാണ്. എന്നാൽ ആ ബസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞ് ലൂക്ക് നോക്കുമ്പോൾ അവൾ പോയിട്ടുണ്ടായിരുന്നില്ല. അവൾ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ പുറകിലായിട്ട് ഒരുപാട് പോലീസുകാർ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ ആ പോലീസുകാർ ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു ബസ്സിൽ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. എന്നാൽ അതിനിടയിലാണ് ലൂക്ക് ആ ട്രക്കുമായിട്ട് അവരുടെ പുറകെ വരുന്നത്. അങ്ങനെ അവർ ആ വണ്ടിയുമായി വന്നിട്ട് അവരുടെ വണ്ടിക്ക് ഇടിക്കാൻ തുടങ്ങി. മാത്രമല്ല അവരെല്ലാവർക്കും നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട് ആ ബസ്സിലുണ്ടായിരുന്ന പോലീസുകാരൊക്കെ മരിച്ചു. അതുകൊണ്ട് തന്നെ ലൂക്കാണ് ഇപ്പോൾ ആ ബസ് ഓടിക്കുന്നത്. അങ്ങനെ ആ ബസ് ഓടിക്കുന്ന സമയത്ത് ലൂക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വെറോണിക്കയെ തള്ളി പുറത്തേക്ക് ഇട്ടു. ഈ സമയത്താണ് പുറകിൽ നിന്നും സ്കോട്ട് ഒരു ഗ്രനേഡ് എടുത്തിട്ട് ആ ബസ്സിന് എറിയുന്നത്. അതോടുകൂടെ ആ ബസ് മറഞ്ഞു. അങ്ങനെ ആ ബസ് മറഞ്ഞു കഴിയുമ്പോൾ ലൂക്ക് വേഗം ആ ബസ്സിന് മുകളിലേക്ക് എത്തി. എന്നിട്ട് അവൻ വേഗം ആ GR-76 ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ അവൻ മരിക്കുകയും ചെയ്തു. ആ വണ്ടിയുടെ കൺട്രോളും പോയി. ഈ സമയം സ്കോട്ടാണെങ്കിൽ ആ ട്രക്കിന്റെ അകത്ത് തന്നെ ഉണ്ട്. അവൻ അതിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ട്രക്കും ആ ബസ്സും കൂടെ അവിടുത്തെ മലയിൽ നിന്ന് താഴേക്ക് വീഴാണ്. അതിനെ തുടർന്ന് അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും ലൂക്ക് ആണെങ്കിൽ വെറോണിക്കയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ സ്കോട്ടിന്റെ പണി കഴിഞ്ഞു എന്ന് കാണുമ്പോൾ അവർക്ക് ആശ്വാസമായി. എന്നാൽ ഈ സമയത്താണ് ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. എന്നാൽ അയാൾ വന്നിട്ട് അവരെ പിടിക്കുമ്പോഴേക്കും വെറോണിക്ക അയക്കിട്ട് ഒരൊറ്റ ഇടി കൊടുത്തു. അതിനുശേഷം അയാളുടെ കയ്യിൽ നിന്ന് കീ എടുത്ത് അയാളുടെ കാറിൽ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവർ നേരെ പോകുന്നത് ലൂക്കിന്റെ വീട്ടിലേക്കാണ്.
ഇപ്പോഴും അവന്റെ അച്ഛനും അമ്മയോടെ ഉണ്ട്. 25 വർഷങ്ങൾക്ക് ശേഷം അവരുടെ മകനെ കാണുമ്പോൾ അവർക്ക് ശരിക്കും സന്തോഷമായി. അങ്ങനെ ലൂക്കിനെ അവന്റെ വീട്ടിലാക്കിയതിനു ശേഷം രാത്രിയാകുമ്പോൾ പിന്നെ കാണാമെന്നും പറഞ്ഞ് വെറോണിക്ക അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് അവൾ അവളുടെ കാറിലേക്ക് കയറുമ്പോഴാണ് സ്കോട്ട് അങ്ങോട്ട് വരുന്നത്. അവനിപ്പോൾ അവളെ തൂക്കിയെടുത്തിട്ട് ലൂക്കിനെ പുറത്തേക്ക് വിളിക്കുകയാണ്. അത് കണ്ടതും ലൂക്ക് അങ്ങോട്ട് എത്തി. അവനിപ്പം ഓരോന്നൊക്കെ പറഞ്ഞിട്ട് സ്കോട്ടിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നീ വിചാരിക്കുന്ന പോലെ ഇതിപ്പോൾ ഒരു യുദ്ധമൊന്നുമല്ല, യുദ്ധമൊക്കെ എപ്പോഴേ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അവനതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ സ്കോട്ട് ഇപ്പം ആ സ്ട്രെങ്ത് കൂട്ടാനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ലൂക്കിന് അവനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ വെറോണിക്ക അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അത് കണ്ടതും സ്കോട്ട് ഒരു ഗ്രനേഡ് എടുത്തിട്ട് അവൾക്ക് നേരെ എറിഞ്ഞു. അതിനെ തുടർന്ന് അവിടുത്തെ കാർ അടക്കം പൊട്ടിത്തെറിക്കുകയാണ്. ഇത് കണ്ടതും ലൂക്കിന് വല്ലാണ്ട് അങ്ങോട്ട് ദേഷ്യം കയറി. അവൻ വീണ്ടും എഴുന്നേറ്റിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ സ്കോട്ടിന്റെ പോക്കറ്റിലായിട്ട് ആ സ്ട്രെങ്ത് കൂടുന്ന ഇഞ്ചക്ഷൻ ഉണ്ട്. ലൂക്ക് ഇപ്പം അതിങ്ങെടുത്തു എന്നിട്ട് അവന്റെ ശരീരത്തിൽ തന്നെ കുത്തിവെക്കുകയാണ്. അതോടുകൂടെ അവന്റെ സ്ട്രെങ്ത്തും കൂടി. അങ്ങനെ പിന്നെയും ലൂക്ക് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ലൂക്ക് അവനെ ഇടിച്ചിടുന്നത് ഇറച്ചിയൊക്കെ മുറിക്കുന്ന ഒരു മെഷീന്റെ മേലേക്കാണ്. അതിലിങ്ങനെ ഇരുമ്പിന്റെ മുള്ളുകളുണ്ട്, അതിലേക്കാണ് അവൻ ചെന്ന് വീഴുന്നത്. അതുകൊണ്ട് തന്നെ സ്കോട്ടിന് പനങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ ഇതുകൊണ്ടൊന്നും സ്കോട്ട് മരിക്കത്തില്ല എന്ന കാര്യം ലൂക്കിന് അറിയാം. അതുകൊണ്ട് ലൂക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ മെഷീൻ അങ്ങോട്ട് ഓണാക്കി. അതിനെ തുറന്ന് സ്കോട്ടിന്റെ ശരീരം മൊത്തം കഷ്ണങ്ങളായി പോവാണ്. അങ്ങനെ സ്കോട്ടിന്റെ പണി തീർത്തതിന് ശേഷം ലൂക്ക് നേരെ പോകുന്നത് വെറോണിക്ക വീണ സ്ഥലത്തേക്കാണ്. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവന് സമാധാനമായി. അവൻ വേഗം തന്നെ അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിറക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.